സന്ദീപ് വാര്യർ മുതൽക്കൂട്ടാണോ ബാധ്യതയാണോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. എന്തെങ്കിലും പ്രതീക്ഷിച്ചു വന്നവർക്ക് കൂടുതൽ കാലം സംഘടനയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ് കൊണ്ട് നിലപാട് മാറുന്നവരെ വിലയിരുത്താൻ പാലക്കാടിനാകുമെന്നും C. കൃഷ്ണകുമാർ 24-നോട് പറഞ്ഞു. കൃഷ്ണകുമാർ 24-നൊപ്പം ചേരുകയാണ്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, വലിയ ട്വിസ്റ്റുകളൊക്കെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ. അപ്പൊ എങ്ങനെയാണ് BJP-യുടെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ സന്ദീപ് വാര്യർ പോയതിൽ ഇന്നലെ റോഡ് ഷോ അടക്കം അദ്ദേഹം പങ്കെടുത്തു. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഒരു പാർട്ടിയിൽ പോയാൽ ആ പാർട്ടിയിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആ പാർട്ടിയിലുള്ള പരിപാടികൾ പങ്കെടുക്കുക എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ യാതൊരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായിട്ട് നടക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒന്നുകൂടി വീറും വാശിയും വന്നു. ഞങ്ങൾക്ക് പാലക്കാട് ജയിച്ചേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സന്ദീപ് പോയതിലാണോ പ്രവർത്തകർക്കുള്ളിൽ ഒരു വീറും വാശിയും വന്നത്? അതല്ല, ഞങ്ങൾക്ക് ഇത്തവണ തുടക്കം മുതൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരു ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചോളം, ഞങ്ങളുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ചോളം ഒരു അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നേരിട്ട പരാജയം അത് മറികടക്കുക തവണ എന്നുള്ളതാണ്. സന്ദീപിനെ അനുനയിപ്പിക്കാൻ കഴിയാതെ പോയോ? അല്ലെ ഇത് പ്രതീക്ഷിച്ചതായിരുന്നോ? അല്ല, ഒരു സംഘടന എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. RSSന്റെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു കാര്യകർത്താവാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടത്. സംഘത്തിൻ്റെ ഒരു കാര്യകർത്താവ് പോയി കണ്ടിട്ട് എന്നിട്ടും പിടിവാശി ഉപേക്ഷിച്ചില്ല പറഞ്ഞാൽ അത് ഈ പ്രസ്ഥാനത്തിൽ ഒരു പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യമല്ല. ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സംഘത്തിൻ്റെ ഒരു കാര്യകർത്താവ് വന്ന് ഒന്ന് തോളിൽ തട്ടിയാൽ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ആ നിമിഷം ഇല്ലാതെയാവുന്നതാണ്. അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും കസേരയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന പതിവ് ഞങ്ങളുടെ സംഘടനയിലില്ല. സന്ദീപ് വാര്യർ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോൾ BJP സ്ഥാനാർത്ഥി. ടീം 24 പാലക്കാട്.